ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതം മധുര ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പാഠത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു പ്രവർത്തനമുണ്ട്. സമചതുര ഗുണനം, സ്ക്വയർ പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 25 ഇൻറ്റു 16, 25 ഇൻറ്റു 16, 25 ഇൻറ്റു 60 ഇതൊരു സ്ക്വയർ നമ്പർ ആണോ? അപ്പൊ അത് സ്ക്വയർ നമ്പർ ആണോ എന്ന് നമുക്കൊന്ന് തെളിയിക്കണം. വെറുതെ പറഞ്ഞാൽ പറ്റില്ല. നമുക്കറിയാം 25 ഒരു സമചതുര സംഖ്യയാണ്, 16 ഒരു സമചതുര സംഖ്യയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ കിട്ടുന്ന ഗുണനഫലം പ്രൊഡക്റ്റ് ഒരു സമചതുര സംഖ്യ ആണോ എന്നാണ്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. എനിക്ക് വലിയ സംശയമൊന്നുമില്ല, നിങ്ങൾക്കേ ഉള്ളു സംശയം. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, 25 എന്ന് പറഞ്ഞാൽ 5 ഗുണിക്കണം 5 ആണ് 25 ഗുണിക്കണം. ഇനി 16 എന്ന് പറഞ്ഞാലോ 4 ഗുണിക്കണം 4 ആണ് 16. അങ്ങനെയാണെങ്കിൽ നമുക്ക് 5 ഗുണിക്കണം ഇതിലൊരു 4 എടുത്തു, ഗുണിക്കണം പിന്നെയോ 4 ഗുണിക്കണം ഈ ഒരു 5 ഇങ്ങോട്ടും എടുത്തു. ഇനി നോക്കൂ, 4 ഇൻറ്റു 5 എത്രയാണ്? 20 ഗുണിക്കണം 4 ഇൻറ്റു 5 എത്രയാണ്? 20. 20 ഇൻറ്റു 20 എന്താണ്? സമചതുര സംഖ്യയാണ്. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്ക്വയർ നമ്പർ കിട്ടുന്നു, സമചതുര സംഖ്യ കിട്ടുന്നു. നമുക്ക് ഗുണിച്ചെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളോട് ചോദിച്ച ചോദ്യം 25 ഇൻറ്റു 16 സമചതുര സംഖ്യയാണോ? നമുക്ക് ഉത്തരം കിട്ടി. എന്താണ്? സമചതുര സംഖ്യ ആണ്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആൻസറും കൂടെ എഴുതാം. ഈ 2 4 2 0 ഇട്ടാൽ മതി, 400 വരുന്നത്. അപ്പൊ രണ്ട് സമചതുര സംഖ്യയുടെ ഗുണനഫലം മറ്റൊരു സമചതുര സംഖ്യ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 38 ലാസ്റ്റ് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ചോദ്യം ഇതാണ്: റീറൈറ്റ് ഈച്ച് ഓഫ് ദ പ്രോഡക്ട്സ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. അതായത് ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. നമുക്ക് നല്ല എളുപ്പമാണ്. ആ രീതിയിൽ ഒന്ന് മാറ്റി എഴുതിയച്ചാൽ മതി. ഗുണിച്ച് അതിന്റെ ഗുണനഫലം കൂടെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് ഗുണനഫലം കൂടെ കണ്ടെത്താമെന്ന് മാത്രം. ഏതായാലും ആയിട്ട് നമുക്ക് നോക്കാം. 9 ഗുണിക്കണം 16 ആണ്. അപ്പൊ അത് 3 ഗുണിക്കണം 3 ആണ് 9, ഗുണിക്കണം 4 ഗുണിക്കണം 4 16. ഇതിൽ നിന്നൊരു 3 എടുക്കുക, ഇതിൽ നിന്നൊരു 4 എടുക്കുക. 3 ഗുണിക്കണം 4 ഇൻറ്റു പിന്നെയോ 3 ഗുണിക്കണം 4. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 3 4 12 ഗുണിക്കണം 3 4 12. ഇപ്പൊ ഒരേ സംഖ്യ ഉണ്ട്, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു. ഇത്രയും എഴുതിയാൽ നമ്മൾ സക്സസ് ആയി. ഇനി നമുക്ക് അതിന്റെ ആൻസറും കൂടി അങ്ങ് എഴുതിയേക്കാം. 12നെ 12 കൊണ്ട് ഗുണിച്ചാൽ എന്താ കിട്ടുക? 144 കിട്ടുക. നിങ്ങളൊന്ന് എഴുതി ഗുണിച്ചാൽ മതി. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മൾ ചതുര ഗുണനം പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്തത് 16 ഗുണിക്കണം 36 ആണ്. അപ്പൊ ഇവിടെയും നമുക്ക് എഴുതാം. 4 ഗുണിക്കണം 4 ആണ് 16, ഗുണിക്കണം 6 ഗുണിക്കണം 6 ആണ് 36. ഇനി 4 ഗുണിക്കണം 6 ഗുണിക്കണം 6 ഗുണിക്കണം 4. കണ്ടോ? 6 4 എത്രയാണ്? 24 ഗുണിക്കണം 6 4 24. അപ്പൊ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ്, ഇതിന്റെ ഗുണനഫലം, അത് നിങ്ങളൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പൊ നമുക്ക് ഈ കൂടുതൽ അറിവുണ്ടെങ്കിലാണ് കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാനും കഴിയുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 576. ഓക്കെ ആണല്ലോ. അടുത്തത് 36 ഗുണിക്കണം 49 ആണ്. 36 എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം 6 ആണ് 36, 49 7 ഗുണിക്കണം 7. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ മാറ്റി എഴുതാം? 6 ഗുണിക്കണം ഈ ഒരു 7 ഇങ്ങോട്ട് എടുത്തു, ഗുണിക്കണം ഈ 6 ഉണ്ട് ഇവിടെ, പിന്നെ ഈ ഒരു 7 കൂടെ ഉണ്ട്. അപ്പം 7 6 42, 42 ഗുണിക്കണം 42. ഇത് നിങ്ങളൊന്ന് എഴുതി ഗുണിച്ച് നോക്കിയാൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് കിട്ടുന്നത് 1764 ആണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചതുര ഗുണനം ഉപയോഗിച്ചൊന്ന് ചെയ്തു നോക്കുക.
നമുക്ക് എന്തായാലും എക്സാമിന് അത് പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ കിട്ടുന്നത് ഇവിടെ നോക്കാം. 49 എന്ന് പറഞ്ഞാൽ 7 ഗുണിക്കണം 7 ഗുണിക്കണം 64 8 ഗുണിക്കണം 8. ഇനി 7 ഗുണിക്കണം 8 ഗുണിക്കണം 8 ഗുണിക്കണം 7. അപ്പൊ 8 എത്രയാണ് വരുന്നത്? 56 വരുന്നത്. ഗുണിക്കണം 56 സമചതുര സംഖ്യയാണെന്ന് നമ്മൾ ഉറപ്പായിട്ട് കണ്ടെത്തി. ഇത് എഴുതി ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 3136 കിട്ടുന്നത്. ഇനി ഇതിലൊരു കണക്ക് കൂടി ഉണ്ട് അല്ലേ, അതും കൂടെ വേഗം നോക്കാം. അടുത്തതിൽ 5ാമത്തെ കണക്ക് 81 ഗുണിക്കണം 25 നോക്കാം. അപ്പൊ 81 എന്ന് പറയുന്നത് 9 ഗുണിക്കണം 9 ഗുണിക്കണം 25 5 ഗുണിക്കണം 5. 9 ഗുണിക്കണം 5 നമ്മൾ ഒരു സെറ്റും കൂടെ എടുത്തു. ബാക്കി 9 ഗുണിക്കണം 5. ഇനി നോക്കാം. 5 9 എത്രയാണ്? 45 വരുന്നത്. ഇൻറ്റു ഇവിടെയും 45 സമചതുര സംഖ്യയാണ്. ഇനി ഇവിടെ ഞാൻ ഒരു ട്രിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും, ഞാൻ മറന്നുപോയിട്ടില്ല. അപ്പൊ 4ന്റെ തൊട്ടടുത്ത സംഖ്യ 5 അപ്പൊ 4 × 5 എന്ന് പറയുന്നത് 20. പിന്നെ 5 5 25 2025 കിട്ടുക. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടാവും, ടീച്ചറെ ഇതെങ്ങനെയാ ചെയ്തത്? ഇത് ടീച്ചർ എവിടെയാ പഠിപ്പിച്ചു തന്നത്? ഞാൻ ഇതിന് മുമ്പ് ക്ലാസ് എടുത്തപ്പം ഒരു സംഖ്യ 5ൽ അവസാനിക്കുന്ന സമചതുര സംഖ്യകളെ ഗുണിക്കേണ്ട ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. അപ്പൊ ഇത് 45, ഇവിടെയും 45, 5ലാണ് അവസാനിക്കുന്നത്. ഒരേ സംഖ്യയാണ്. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം നല്ല രസമുള്ളൊരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്ട്സ് ബിലോ ഇൻ യുവർ ഹെഡ്. അതായത് ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യാനാണ്. നമുക്ക് ഇവിടെ ഒന്ന് നോക്കി നോക്കാം. 25 ഗുണിക്കണം 4 25 ഗുണിക്കണം 4 25 ഗുണിക്കണം 2 എത്രയാണ്? 25ന്റെ ഇരട്ടി 50 50ന്റെ ഇരട്ടി എത്രയാണ്? 100. അപ്പൊ 25ന്റെ 2 മടങ്ങിന്റെ 2 മടങ്ങ്. അപ്പൊ എത്രയാണ്? നമുക്ക് 25 × 4 100 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനക്കണക്കാണ് അല്ലേ, എഴുതി ഗുണിക്കൊന്നും വേണ്ട. അടുത്തത് 25 ഗുണിക്കണം 16 25 ഗുണിക്കണം 4 എത്രയാണ്? 100 അല്ലേ. അപ്പൊ 25 ഗുണിക്കണം 4ന്റെ 4 മടങ്ങ് 4 മടങ്ങ് 4 ടൈംസ് 4 മടങ്ങ്. അപ്പൊ 25 × 4 എന്ന് പറയുന്നത് 100. അപ്പൊ 100ന്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 400. നല്ല എളുപ്പമുള്ള ഈസിയുള്ള കണക്ക്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഈ പ്രാവശ്യം ക്വിസിനൊക്കെ ചോദിക്കാം കേട്ടോ. കാരണം നല്ല രസമുള്ള കണക്കാണ്, നമ്മുടെ മനക്കണക്കായിട്ട് ചെയ്യുന്നതാണ്. അടുത്തത് 25 × 36. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാ മനക്കണക്കായിട്ട് ചെയ്യാം? ഇത് എഴുതി ഗുണിക്കണ്ടേ? വേണ്ടേ. 25 ഗുണിക്കണം 4 എന്ന് പറയുന്നത് എത്രയാണ്? 25 ഗുണിക്കണം 4 നമുക്ക് മനപ്പാടമായി 100 അല്ലേ. ഇതിന്റെ 9 മടങ്ങ് നോക്കൂ. 25 4 100 അതിന്റെ 9 മടങ്ങ്. അപ്പൊ 100 ഗുണിക്കണം 9 അല്ലേ. 100 ഗുണിക്കണം 9 എത്രയാണ് വരിക? 900 വരും. എന്തൊരു ഈസിയാണ് അല്ലേ. ഇനി അടുത്ത നോക്കൂ. 25 ഗുണിക്കണം 64. ഇവിടെ നിങ്ങൾ 25 ഗുണിക്കണം 16 400 കണ്ടിട്ടുണ്ട്. നോക്കൂ, 25 ഗുണിക്കണം 16 എന്ന് പറയുന്നത് 400. അപ്പൊ ഇതിന്റെ 4 മടങ്ങ് 25 ഗുണിക്കണം 16ന്റെ 4 മടങ്ങാണ് 25 ഗുണിക്കണം 64. അപ്പൊ അങ്ങനെയാണെങ്കിൽ 400ന്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് 400 ഗുണിക്കണം 4 സമം 4 4 16. അപ്പൊ എത്രയാ കിട്ടുക? 1600 കിട്ടുന്നത്. നല്ല ഈസി ആയിട്ട് മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ, ചില കണക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മനക്കണക്കായിട്ട് കൽബിനുള്ളിൽ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. പരീക്ഷ പടിവാതിൽക്കൽ എത്തിയത് കൊണ്ടാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ഇത് വേഗം ചെയ്തിടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും 3 പാഠം ഫുള്ളായിട്ടുണ്ടാവും. 4ാമത്തെ പാഠം ഉണ്ടാവും. എത്ര ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അവസാന ഭാഗത്തേക്കൊന്നും വരില്ല. തുടക്കമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഏതായാലും പറ്റുന്ന മുറയ്ക്ക് ഞാൻ 4ാമത്തെ പാഠം ചെയ്തിടാൻ ശ്രമിക്കാം, അത്രമാത്രം.
അപ്പൊ ഏതായാലും ഈ ഭാഗത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്ത് കഴിഞ്ഞു. വളരെ സന്തോഷമായി. ഇനി അടുത്ത പാഠത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, ലവ് യു ഓൾ, ബൈ.